എത്ര തലകുത്തി എന്ന് പഠിച്ചിട്ടും നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു 10 ഹാക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല മാർക്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ക്ലാസ്സിൽ ടോപ്പർ ആവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് 2 ഇയറിൽ എക്സാമിന് എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു കേട്ടോ. ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്തിട്ട് പഠിച്ചാലും എത്ര ഉറക്കം കളിച്ചിരുന്നാലും എനിക്കൊരു പരിധിക്ക് അപ്പുറത്തേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് 2 സെമ്മിൽ എനിക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റി. ബാക്കിയുള്ള എല്ലാ സെമ്മിനേക്കാളും കൂടുതൽ മാർക്ക് ലാസ്റ്റ് 2 സെമ്മിന് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെന്നെ സഹായിച്ച കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ചതുകൊണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരി, എൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി നടത്തിയ എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് ടിപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഈ ടിപ്സുകളെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇതിലെ ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് ആക്റ്റീവ് റീകോൾ. ഞാനത് ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് ഫസ്റ്റ് 2 ഇയർ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടും മറന്നു പോകുമായിരുന്നു. ആ മറന്നു പോകുന്നൊരു കാര്യമാണ് പോയിന്റുകൾ എന്ന് പറയുന്നത്. എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചാലും ഞാൻ മറന്നു പോകുന്നൊരു കാര്യമാണ് പോയിന്റ്. ഞാൻ കാണാപ്പാടം പഠിക്കും, പക്ഷേ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് മറന്നു പോകും. എന്നിട്ട് ഞാൻ അപ്പുറത്തിരിക്കുന്ന കുട്ടീനെ ഇങ്ങനെ തോണ്ടി വിളിച്ചിട്ട് എടി അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്താ ഒന്ന് പറഞ്ഞുതരുമോ ചോദിച്ചിട്ട് അങ്ങനെ അവൾ പറയും, ഞാൻ എഴുതും. രണ്ടാമത് അവൾ പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ പറയും വേണ്ട കിട്ടി എല്ലാം സെറ്റ്. കാരണം എനിക്ക് ആദ്യത്തെ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം എഴുതാൻ എളുപ്പമാണ്, ബാക്കിയെല്ലാം എനിക്ക് ഓർമ്മ വരും. പക്ഷേ ഫസ്റ്റ് പോയിന്റാണ് എപ്പോഴും മറന്നു പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു ടിപ്പ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. കാരണം ലാസ്റ്റ് 2 സെമ്മായപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടെ കമ്പൈൻ സ്റ്റഡി തുടങ്ങി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ഓരോ പോർഷൻസ് വെച്ച് പഠിക്കുമ്പോൾ അത് ഞങ്ങൾ ബ്രേക്ക് എടുക്കുമല്ലോ. ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോകും, സ്ക്രോൾ ചെയ്യാൻ പോകും, ബാത്റൂമിൽ പോകും. അങ്ങനെ പോകുന്ന വഴിയിലെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ പോയിന്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് ഫിക്സ് ആവും. ഫിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എന്തായാലും അത് മറന്നു പോകത്തില്ല. നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കല്ലേ, അത് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ആക്കി നമ്മൾ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ സ്ട്രഗിൾ ചെയ്യത്തില്ല പോയിന്റ് ഓർത്തെടുക്കാൻ, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ, ടീച്ച് വാട്ട് യു ലേൺ. എൻ്റെ ഒരു പഠിത്തം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ ഞാൻ റോൾ പ്ലേ പോലെ ചെയ്യും. ഞാൻ ടീച്ചർ, ഞാൻ തന്നെ സ്റ്റുഡൻറ്റ്. ഞാൻ എന്നിട്ട് എനിക്ക് തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. സെൽഫ് ടോക്ക് എന്നൊക്കെ പറയത്തില്ലേ, നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് റോൾ പ്ലേ പോലെ ചെയ്യും. മനസ്സിലായോ? അപ്പം അതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ തന്നെ പഠിപ്പിക്കുക. ഇപ്പോൾ ടീച്ചർമാർ നമുക്ക് പറഞ്ഞു തരുന്ന ക്ലാസ്സിലല്ലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എപ്പോഴും എക്സാമിൻ്റെ സമയത്ത് ടീച്ചർ ഇങ്ങനെ വന്നിട്ട് നമുക്ക് പേഴ്സണലായിട്ട് അസിസ്റ്റൻസ് തരത്തില്ലല്ലോ. അപ്പോൾ നമ്മളെ തന്നെ പഠിപ്പിക്കുക. അപ്പോൾ കുറച്ച് പേര് ചോദിക്കും അതെങ്ങനെയാണ്, നമുക്കിത് അറിയില്ലല്ലോ, ഈ കോൺസെപ്റ്റ് ഒന്നും പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് അറിവ് വേണ്ടേ, പിന്നെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ ഗൂഗിൾ ഉണ്ടല്ലോ. എനിക്ക് എല്ലാം ഒന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഗൂഗിൾ നോക്കും. ഓരോ വേർഡിൻ്റെ മീനിങ് സഹിതം ഞാൻ ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ എന്നെ പഠിപ്പിക്കുന്നത്. അതുപോലെ എല്ലാ കോൺസെപ്റ്റിനെ പറ്റിയും എല്ലാവിധ ക്ലാസ്സുകളെ പറ്റിയും ഇപ്പം സോഷ്യൽ മീഡിയ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് നോക്കാം. നിങ്ങൾക്കിപ്പം അങ്ങനെ പഠിപ്പിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ക്ലാസ്സസ് എടുത്ത് നോക്കാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ എന്നെ തന്നെ പഠിപ്പിക്കുന്നതാണ്. ഞാനിങ്ങനെ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് വായിച്ചിട്ട് അതിൻ്റെ മീനിങ് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് ഞാൻ പഠിക്കും. അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറ്. ഞാൻ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ ലാസ്റ്റ് സെമ്മിൽ കൂട്ടുകാരിയെ കിട്ടിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്കാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഞാൻ ടീച്ചറാകും, അവൾ സ്റ്റുഡൻ്റ് ആകും. എന്നിട്ട് ഞങ്ങൾ റോൾ പ്ലേ പോലെ ഞാൻ അവൾക്ക് ഓരോ കോൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എനിക്കറിയാത്തത് ഞാൻ ഗൂഗിൾ നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അവളെ പഠിപ്പിക്കും. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര രസമാണ്. അത് വേറൊരു കാര്യം, നമുക്ക് ഒട്ടും ബോറടിക്കാണ്ട് ഒരാളിങ്ങനെ പറഞ്ഞു തരുമല്ലോ. അപ്പം ഒരാൾക്ക് കേട്ടിരിക്കാനും ഇഷ്ടമായിരിക്കും, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇഷ്ടമായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാനും പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം, എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണാപ്പാടം ബൈ ഹാർട്ട് പഠിച്ചിട്ട് ഓടിപ്പോയി ഇങ്ങനെ എല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എക്സാം ഹാളിൽ പോയിട്ട് എല്ലാം മറന്നു പോകും. അതാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെ നമ്മളെ തന്നെ ഇരുത്തി പഠിപ്പിച്ച് മീനിങ്, ഓരോ സെൻറ്റൻസിൻ്റെയും മീനിങ്, ഓരോ കോൺസെപ്റ്റിൻ്റെയും മീനിങ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ പഠിച്ചെടുക്കാമെന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ വലിയ എസ്സേ ഒക്കെ എഴുതാനുണ്ടെങ്കിൽ നമ്മൾ ഈ കാണാപ്പാടം എത്ര എന്ന് വെച്ചാൽ പഠിക്കുക അല്ലേ, എത്ര പാരഗ്രാഫ് എന്ന് വെച്ചാൽ കാണാപ്പാടം, ഒരു പുസ്തകം മൊത്തം കാണാപ്പാടം പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. മീനിങ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതൊരു നല്ല കാര്യമല്ലേ. ഓർത്തിരിക്കാനും എളുപ്പമാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ മറന്നു പോകത്തില്ല. നമ്മളിങ്ങനെ ഒരാൾ ടീച്ചർ പോലെ ഇങ്ങനെ പഠിപ്പിക്കില്ല, ബട്ട് ടീച്ച് ചെയ്യുന്ന ആളും മറക്കത്തില്ല, അത് കേട്ടിരിക്കുന്ന ആളും മറക്കത്തില്ല. അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഈ ഒരു കോൺസെപ്റ്റിന്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ റോൾ പ്ലേ പോലെ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ ആരുമില്ല, ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ടീച്ചറും കുട്ടിയും നമ്മൾ തന്നെയായിട്ട് മറ്റേ റോൾ പ്ലേ പോലെ ചെയ്യുക. അതും നല്ലതല്ലേ. ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പഠിപ്പിക്കുക.
നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഇംപ്ലിമെൻറ്റിങ് പോമഡോറോ ടെക്നിക്ക്. ഈ പോമഡോറോ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് സാധാരണ രാത്രി കിടന്നാൽ ഉറക്കം വരാത്ത ഒരാളാണ്, കുറച്ച് പാടാണ് ഉറക്കം വരാൻ. പക്ഷെ ഞാൻ ഈ പുസ്തകം പഠിക്കാൻ വേണ്ടി പുസ്തകം തുറക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഉറക്കമാണ്. പുസ്തകം തുറന്ന അപ്പം എനിക്ക് ഭയങ്കര ക്ഷീണം, ഉറക്കം, വായ്ക്കൊട്ട വരൽ, ഭയങ്കര ഒരിക്കലും ഇല്ലാത്ത അസ്വസ്ഥതകളാണ് പുസ്തകം തുറക്കുമ്പോൾ എനിക്ക് വരാറുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം, ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നതും ഉറക്കം വരുന്നതൊക്കെ. അപ്പോൾ ഈ പോമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 25 മിനിറ്റ് സ്ട്രെയിറ്റ് അങ്ങ് പഠിക്കുക. അപ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻസ് പാടില്ല, കംപ്ലീറ്റ് ഫോക്കസ്ഡ് ആയിട്ട് ഡീപ്പ് വർക്ക് എന്ന് പറയും. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക 25 മിനിറ്റ്. അത് കഴിഞ്ഞ് അലാം വയ്ക്കുക. എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 25 മിനിറ്റ് കഴിയുമ്പോൾ അലാം അടിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റ് റിഫ്രഷ് ആവാൻ ഒരു ബ്രേക്ക് എടുക്കുക. ആ 5 മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുക. ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് തിരിച്ചു വരാം. അപ്പം എന്നിട്ട് പിന്നെ ഇരുന്ന് പഠിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു ഉണർവാണ്, ഒരു ഉന്മേഷം കിട്ടും പിന്നെ പഠിക്കാൻ. അതുപോലെ തന്നെ വേഗത്തിൽ പോർഷൻസ് കവർ ചെയ്ത് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പഠിച്ച് എടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. മടിയോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാണ്ട് ഒരു ക്ഷീണം മാറ്റാനൊരു റീസെറ്റ് അല്ലെങ്കിൽ റിഫ്രഷ് പോലെയാണ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ കണ്ടിന്യൂസ് പഠിക്കാനിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കാട്ടോ. നിങ്ങളുടെ ഉറക്കവും മടിയും ക്ഷീണവും എല്ലാം മാറിക്കിട്ടും. സോ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഒപ്റ്റിമൈസ് യുവർ സ്റ്റഡി എൻവയൺമെൻറ്റ്. എൻ്റെ എൻവയൺമെൻറ്റ് ഭയങ്കര ഒരു ഫാക്ടറായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പം പഠിത്തത്തിൻ്റെ കാര്യത്തിലല്ല, എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ടോ ഡീമോട്ടിവേറ്റഡ് ആണോ എന്നുള്ളതിന് ഒരു ഫാക്ടർ എൻ്റെ എൻവയൺമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കൂടുതലും എൻ്റെ വീട്ടിൽ നിൽക്കാറില്ല. കാരണം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം അവിടെ ഒരു മോട്ടിവേഷൻ ഫാക്ടർ ഇല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, ഒരു എൻവയൺമെൻറ്റ് ശരിയല്ല. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന സമയമാകുമ്പോൾ എൻ്റെ കൂട്ടുകാരി അവൾ പഠിക്കാൻ ഇറങ്ങുമ്പോൾ എനിക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇരുന്ന് പഠിക്കാനൊരു ത്വരയുണ്ട്. അതേസമയം എൻ്റെ അടുത്ത് വന്നിട്ടൊരു കുട്ടി ഇരുന്ന് റീൽ സ്ക്രോൾ ചെയ്യാന്ന് വെച്ചോ, ഞാൻ പഠിക്കാനൊക്കെ ഇറങ്ങിയിരിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കുട്ടി ഇരുന്ന് റീൽ സ്ക്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ എനിക്ക് തോന്നുകയാണ്, എന്തിനാണ് ഞാനിപ്പോൾ പഠിക്കണത്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഞാനും കുറച്ച് നേരം റീൽ സ്ക്രോൾ ചെയ്യാം, എന്നിട്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങാമെന്നൊരു തോട്ട് വരികയും ഞാൻ പഠിത്തം ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ എൻവയൺമെൻറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. നല്ല രീതിയിലുള്ളൊരു ഡെസ്കോ ബെഞ്ചോ ഇരുന്ന് പഠിക്കാനൊരു സറൗണ്ടിങ്ങോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ബെഡേ ഇരുന്ന് പഠിച്ചാൽ എങ്ങനെ ഇരിക്കും? ബെഡേ ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്കും ആദ്യം കുറച്ച് നേരം പഠിക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ ബെഡേലല്ലേ ഇരിക്കുന്നത്, ഉറക്കം വരും, പിന്നെ കിടന്ന് ഉറങ്ങും. ഇനി അതല്ല, ബെഡേലിരിക്കുമ്പോൾ നമുക്ക് ഫോണെ തോണ്ടാൻ തുടങ്ങും, പിന്നെ നമ്മൾ ചാരി കിടക്കും, പിന്നെ അങ്ങ് കിടക്കും, പിന്നെ പഠിത്തം നടക്കത്തില്ല. നല്ലൊരു ഡെസ്കോ നല്ലൊരു എന്താ പറയുക, പഠിക്കാനൊരു ഏരിയയോ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ തോന്നും. നല്ലൊരു ലൈറ്റിങ്, ഒട്ടും ഒച്ചയില്ലാത്തൊരു സറൗണ്ടിങ്. ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുള്ള സ്ഥലത്ത് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിലും ഞാൻ പഠിക്കാൻ തോന്നുമ്പോഴെല്ലാം ഞാൻ ആരും ഇല്ലാത്ത ഒറ്റയ്ക്ക് ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്പേസിൽ പോയിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ടീച്ച് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ടീച്ചിങ് മെത്തേഡ്. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഉറക്കിയിരുന്ന് വർത്താനം പറയും. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീച്ചിങ് മെത്തേഡ് എല്ലാവർക്കും കുറച്ച് ഓക്കേർഡായിട്ട് തോന്നുന്നൊരു കാര്യമാണ്, ക്രിഞ്ചായിട്ട് തോന്നുന്ന കാര്യം. കാരണം പുറമേ നോക്കുമ്പോൾ ഒരാളിൽ തന്നെ ആക്ഷനൊക്കെ എടുത്ത് എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഇവിടെ ആരാടോ ഈ വർത്താനം പറയുന്നത്, തന്നെ ഇരുന്ന് വർത്താനം പറയുന്നത്, എന്തോ കൊച്ചിന് കുഴപ്പമുണ്ടെന്നൊക്കെ ആൾക്കാർ ചിന്തിക്കും. എന്നെപ്പറ്റി അങ്ങനെ പലരും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമൊക്കെ ആൾക്കാരോട് ഞാൻ ഫോൺ വിളിച്ചിട്ട് ആരോടോ എന്തോ സംസാരിക്കുകയാണ്. പക്ഷെ പിന്നെ ഞാനിങ്ങനെ കൈയൊക്കെ വെച്ച് ആക്ഷനൊക്കെ എടുത്തിട്ട് തന്നെ ഇത് വർത്താനം. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവൾക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ടെന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു ഇമേജ് വരും. അപ്പം എനിക്കത് കുറച്ച് ഇച്ചിരി ഒരു നാണക്കേടാണ്. അതുകൊണ്ട് ആരും ഇല്ലാത്ത, ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിരുന്നേ ഞാൻ പഠിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കയ്യും കാലൊക്കെ ഇട്ട് ആക്ഷനൊക്കെ എടുത്ത് എന്നെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതാ പറയണേ, നമ്മൾ ഒച്ചപ്പാടോ ബഹളവോ ഒന്നും ഇല്ലാത്ത സൈലൻ്റ് ആയിട്ടുള്ള ഒരു നല്ല കാം എൻവയൺമെൻറ്റിൽ ഇന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് കിട്ടുള്ളൂ. ഒച്ചപ്പാടൊക്കെ ഉള്ളിടത്താകുമ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തിരുന്ന് ആരെങ്കിലും വർത്താനം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധ പോകും, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകും പെട്ടെന്ന്. അപ്പം ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത കാമായിട്ടുള്ളൊരു സ്ഥലം വേണം നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ എൻവയൺമെൻറ്റ് നല്ല രീതിയിലാണോ, ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുമോ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പഠിക്കാനിരിക്കാൻ കേട്ടോ. സോ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് പ്രാക്ടീസ് വിത്ത് പാസ്റ്റ് പേപ്പേഴ്സ്. ഈ ഒരു പോയിന്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. എല്ലാ കുട്ടികളും പരീക്ഷയുടെ തലേദിവസം എന്താ പറയുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്ത് പഠിച്ച് അതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിപ്പീറ്റഡ് വന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഇരുന്ന് പഠിച്ച് പാസ്സാകുന്ന പല ആൾക്കാരും എനിക്കറിയാം. പക്ഷെ എനിക്ക് ഈ ഒരു പോയിന്റ് അറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് അറിയാമെങ്കിലും ഞാനത് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. കോളേജിൽ 2 വർഷം ഞാൻ എക്സാമിനൊന്നും ഞാൻ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുമോ, പഠിക്കുമോ, ഫോർമാറ്റ് നോക്കുമോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നോ നോക്കി, അതൊന്നും ഞാൻ നോക്കത്തില്ല. ഞാൻ എന്താ വെച്ചാൽ മണ്ടത്തരാണ് ഞാൻ കാണിച്ചത്. ആക്ച്വലി എല്ലാ ചാപ്റ്റേഴ്സും ഞാനിരുന്ന് പഠിച്ച് എല്ലാം പഠിച്ചു വെച്ച് ക്വസ്റ്റ്യന് വന്നത് അതിൽ വളരെ 1, 2, 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് വന്നത് ഞാൻ പഠിച്ചതിൽ. രസം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലാണ് കൂടുതലും വന്നത്. അപ്പം
എനിക്ക് മനസ്സിലായത് വേസ്റ്റാണ് നമ്മൾ അങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് മൊത്തം ഇരുന്ന് പഠിക്കുന്നത്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതായിരിക്കും പലതും റിപ്പീറ്റഡ് ആയിട്ട് വർഷങ്ങളായിട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ അത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ പറഞ്ഞു തന്നെ. അവൾ അങ്ങനെയാണ് പഠിക്കാറ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 3-4 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് എല്ലായിടത്തും ഇങ്ങനെ ചെക്ക് ചെയ്യും. ഇതിനകത്ത് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതൊക്കെ അവൾ മാർക്ക് ചെയ്ത് അത് തന്നെ അവൾ പഠിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കും. അത് തന്നെ മതി നമുക്ക് പാസ്സാവാൻ. അത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ജസ്റ്റ് പാസ്സാവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് വന്നത് മാത്രം കാണാപ്പാടം പഠിച്ചിട്ട് പോയാൽ പോലും നിങ്ങൾ എക്സാമിന് പാസ്സാവും. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഞാനത് വിട്ടുപോയതിൽ ഇപ്പം എനിക്ക് വിഷമമുണ്ട്. കാരണം അല്ലാതെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് നല്ല മാർക്ക് മേടിക്കായിരുന്നു. ഞാൻ മാത്രം ഇങ്ങനത്തെ മണ്ടത്തരം കാണിച്ചിട്ടുള്ളൂ തോന്നുന്നു. ഇപ്പോൾ എല്ലാ കുട്ടികളും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ ചില ആൾക്കാർ, എന്നെ പോലുള്ള ചില ആൾക്കാരുണ്ട് ഇങ്ങനെ പൊട്ടത്തരം കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത എക്സാം തൊട്ട് പ്രീവിയസ് ഇയറിൽ ചെക്ക് ചെയ്തിട്ട് പഠിക്കാട്ടോ. അപ്പോൾ കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആയത്. ഇപ്പം ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പക്ഷേ അതേസമയം ആ സ്ഥാനത്ത് ഇരുന്നിട്ട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്കും കിട്ടിയതിനെ അത്ര സമയം ലാഭിക്കുമായിരുന്നു. പിന്നെ ഏകദേശം ഫോർമാറ്റും എല്ലാം മനസ്സിലാവും. നമുക്ക് എത്ര ടൈമുണ്ട്, എത്ര ഫോർമാറ്റ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഇതൊന്നും ചെക്കാണ്ട് മണ്ടത്തരം കാണിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാം തൊട്ട് ഇങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ. സോ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് പ്രയോറിറ്റൈസ് സ്ലീപ്പ് ആൻഡ് ന്യൂട്രീഷൻ. ഞാൻ എൻ്റെ എക്സാം ചരിത്രത്തിൽ ഞാൻ ചെയ്യാത്ത ഒരേ ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറഞ്ഞ ഒരു കാര്യം. ഉറക്കവും ഫുഡും. ഞാൻ ഏത് എക്സാമിനാണെങ്കിലും തലേദിവസം പഠിക്കും, എന്താ പറയുക, ഓടിച്ചിട്ട് പഠിക്കും. തലേദിവസം പഠിക്കുന്നതിൻ്റെ പ്രശ്നം എന്താ, ഇത്രയും നാളും പഠിപ്പിച്ചത് ഒറ്റയടിക്ക് നമ്മൾ പഠിച്ചു തീർക്കണം. ഞാനാണെങ്കിൽ ക്ലാസ്സിൽ പോലും ശ്രദ്ധിക്കത്തില്ല നേരെ ചൊവ്വേ. അന്നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒറ്റ ഓട്ടത്തിൽ ഞാൻ പഠിച്ചെടുക്കണം. അപ്പോൾ ആലോചിച്ച് എനിക്ക് ഇത്രയും സാധനങ്ങൾ പഠിക്കണം. പാസ്സായാൽ പോരാ, എനിക്ക് പാസ് മാർക്കിലും കൂടുതൽ മാർക്ക് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജസ്റ്റ് പാസ് പോരാ, അതിലും വേണം. അപ്പോൾ ഇത്രയും മാർക്ക് കിട്ടണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടണം ഒരൊറ്റ ദിവസം. അന്നേരം ഉറങ്ങാൻ എങ്ങനെ സമയം കിട്ടും? ഉറങ്ങിയാൽ തന്നെ പകുതി സമയം തീരില്ലേ, പിന്നെ അവിടെ പഠിക്കാൻ സമയം. അപ്പം ഞാൻ ഉറക്കം പോലും വേണ്ടാന്ന് വെച്ചിട്ട് ഇരുന്നിങ്ങനെ പഠിക്കുമായിരുന്നു തലേദിവസം ഇരുന്നിട്ട്. ഇതിലെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ കാണാപ്പാടം പഠിക്കുവേ, എല്ലാം ഓർമ്മ കാണും. എക്സാം ഹാളിൽ ചെന്നിട്ട് അത് വേറൊരു കാര്യം, എനിക്ക് ഭയങ്കര ആൻസൈറ്റി ഉള്ള ആളാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആൻസൈറ്റി ഉണ്ട്. അതിലൂടെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എക്സാമിൻ്റെ ടെൻഷൻ വേറെ. അതിൻ്റെ കൂടെ ഞങ്ങളുടെ അവിടെ രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HOD വന്നിട്ട് എല്ലാവർക്കും വഴക്ക് പറയും. അപ്പം ഞാനിതിങ്ങനെ കാണാറുണ്ട്, കുറച്ച് പേരിങ്ങനെ തെറ്റിച്ചിട്ട് HOD എല്ലാവരുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയുന്നത്. അപ്പം എനിക്കത് അതിലും വലിയ ആൻസൈറ്റിയാണ്. ഈ രജിസ്റ്റർ നമ്പർ തെറ്റിപ്പോയാൽ അതൊരു പ്രശ്നമാണല്ലോ, എല്ലാവരും ഒന്നിച്ച് നാണം കെടുത്തുമല്ലോ എന്നുള്ളൊരു അത് വേറൊരു ആൻസൈറ്റി, എക്സാമിൻ്റെ ആൻസൈറ്റി, എല്ലാം കൂടെ ടെൻഷൻ അടിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിയുമ്പോൾ അറിയാവുന്ന പോയിന്റ്സ്, അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരം പോലും മറന്നുപോയിട്ടുണ്ട്. അന്നേരം ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. എൻ്റെ പൊന്നോ, അത് എൻ്റെ പൊന്നു മക്കളെ, അതുകൊണ്ട് ഞാൻ പറയാണ്, ദയവ് ചെയ്ത് തലേദിവസം എല്ലാം കൂടെ ഇരുന്നിട്ട് പഠിച്ചിട്ട് അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ കാണത്തില്ല. പഠിച്ചതെല്ലാം മറന്നു പോകും. അന്നേരം ഉണ്ടാകുന്ന ഒരു വിഷമം അതിൻ്റെ ഇരട്ടിയാണ്. കാരണം നമ്മൾ ഇത്രയും ഒറ്റ രാത്രി കൊണ്ട് പഠിച്ച് അവിടെ ചെന്നിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്, മറന്നുപോയി, ഇനി എന്ത് ചെയ്യുമെന്നൊരവസ്ഥയുണ്ട്. അപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് അറിയാവുന്നതാണെങ്കിൽ തോണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയിന്റ് ചോദിക്കാം. ഇനി ദൗർഭാഗ്യവശ അപ്പുറത്തിരിക്കുന്ന ആൾക്കൊന്നും അറിയത്തില്ലെങ്കിലോ, അവിടെയും പോയി, ഒരു രക്ഷയില്ല. ഞാനൊക്കെ ഏറ്റവും ബാക്ക് ബെഞ്ചിലായിരിക്കും. എൻ്റെ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന കുട്ടിക്ക് അറിയാമെങ്കിൽ മാത്രം ഞാൻ രക്ഷപ്പെട്ടു. അപ്പുറത്ത് പുറകെ ചോദിക്കാൻ എനിക്ക് വേറെ ആളില്ല. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ പ്ലാൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസങ്ങളെടുത്ത് പഠിക്കുക. ഉറക്കം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ഉറക്കവും ഭക്ഷണവും കോംപ്രമൈസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അന്നേരം പഠിക്കും, പക്ഷെ പിറ്റേ ദിവസം ഒന്നും ഓർമ്മ കാണില്ല, എല്ലാം ബ്ലാങ്ക് ആയിരിക്കും. നല്ല രസം അന്നേരം. ഇതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം സ്ലീപ്പും നല്ല രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും വേണം. അതുള്ളിൽ ചെന്നാലേ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ. ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ഭക്ഷണമോ ഉറക്കമോ ഒന്നും ഇല്ലാണ്ട് ഇരുന്ന് പഠിച്ചിട്ട് നമ്മൾ ബ്രെയിനോട് പറയാൻ പറ്റില്ല, എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ബ്രെയിനെ എല്ലാം ഓർത്ത് തരണേ എന്നുള്ളത്. മെമ്മറി എന്തായാലും പോകും, ഒരു ഓർമ്മയും കാണത്തില്ല, എല്ലാ മെമ്മറിയും മാഞ്ഞു പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ വായം പൊളിച്ചിരിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട്. നല്ല പാടാണ്. അതുകൊണ്ട് ഉറക്കം എന്താ പറയുക, ഫുഡും കോംപ്രമൈസ് ചെയ്യില്ല. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പം എക്സാമിന് ഇപ്പം എക്സാം തുടങ്ങിയ ഫസ്റ്റ് ഡേ കയറിയ ഞാനായിരിക്കത്തില്ല, എക്സാം എല്ലാം കഴിഞ്ഞ് 1 ആഴ്ച 2 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കോലം എന്ന് പറയുന്നത് തിരിച്ചറിയാത്ത കോലത്തിലാവും. കണ്ണൊക്കെ കുഴിഞ്ഞ് മെലിഞ്ഞിട്ട് ഒരുമാതിരി കോലാവും. ഈ ഉറക്കമില്ലാണ്ട് ഫുഡില്ലാണ്ടിരുന്ന് പഠിക്കുന്നതിൻ്റെ ആണ്. ഈ ലാസ്റ്റ് മിനിറ്റ് സ്ട്രഗിൾ എന്തിനാടി? അതിലും നല്ലത് കുറച്ച് സമയമെടുത്ത് സമാധാനത്തോടെ പഠിക്കുന്നതല്ലേ. അതാകുമ്പോൾ ഈ ആൻസൈറ്റിയും ടെൻഷനും ഒന്നും കാണത്തില്ല. സമയമാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇരുന്ന് എക്സാം എഴുതാൻ പറ്റും.
അപ്പോൾ ഉറക്കവും ഫുഡും ആരും കോംപ്രമൈസ് ചെയ്തിട്ട് പഠിക്കാൻ പോകരുത്. അപ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് മിനിറ്റ് പോരാട്ടം നിർത്തിയിട്ട് ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സമാധാനത്തോടു കൂടെ എക്സാം എഴുതാൻ പറ്റും. എല്ലാ ഓർമ്മയിലും വരും. അതുപോലെ നല്ല മാർക്കോടെ എക്സാം പാസ്സാവാനും പറ്റും കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.